ഇന്ന് കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും വെക്കുന്ന രീതിയിൽ നിന്ന് നമുക്ക് കുറച്ച് കിഴങ്ങൊക്കെ ഇട്ടിട്ട് ബീഫ് ഒന്ന് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ബീഫ് വെക്കാൻ ആവശ്യമായിട്ടുള്ള കിഴങ്ങും ചെറിയുള്ളിയൊക്കെ ഞാനൊന്ന് പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബീഫ് കഴുകിയിട്ട് കുക്കറിലേക്ക് ഞാൻ ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് കിഴങ്ങും വേവിച്ചെടുക്കുന്നത്. 2 കിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഒരു 10-15 ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് അതിലേക്ക് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് കുറച്ചധികം ഞാൻ ചേർത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് വേവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് വേലിച്ചീരയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ടയൊക്കെ വെച്ചിട്ട് ഒന്ന് തോരനാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ബീഫ് ഉണ്ടായത് കൊണ്ട് തന്നെ മറ്റ് കറികളുടെ ആവശ്യമൊന്നും ഇവിടെ ആർക്കും ഇല്ല. എങ്കിലും എനിക്ക് എന്ത് കറി ഉണ്ടായാലും എന്തെങ്കിലും ഒരു പച്ചക്കറി ഐറ്റം വേണം, അത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഈ തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മുട്ടയും കൂടി ഇടുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാവരും കഴിക്കുകയും ചെയ്യും. അപ്പോൾ തോരനൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇതിൽ തേങ്ങയോ അങ്ങനെയൊന്നും ചേർക്കില്ല, മുട്ട മാത്രമാണ് ചേർക്കുന്നത്. ചീര നല്ലതുപോലെ വാടി വന്നതിന് ശേഷം മാത്രമേ ഉപ്പിടാവുള്ളൂ. ഇല്ലെങ്കിൽ ആദ്യമേ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വാടി വരുമ്പോഴത്തേക്ക് ഉപ്പ് കൂടാൻ സാധ്യത ഉണ്ടാവും. ചീരയൊക്കെ ഒന്ന് ഒതുക്കി സൈഡിലേക്ക് ആക്കിയിട്ട് നടുക്ക് ഞാൻ മുട്ട ഒഴിച്ചിട്ടുണ്ട്. മുട്ട ഒഴിച്ച് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ചിക്കി എടുത്താൽ മതിയാകും. അപ്പോഴത്തേക്ക് തോരൻ റെഡി ആകും. ചീര ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഈ ബീഫിന്റെ ബാക്കി പരിപാടികളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ചീരയൊക്കെ വെന്ത് മാറ്റി വെച്ചു. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത് വെക്കാവേ. ചതയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കരുത്. കാരണം ഇഞ്ചി നീര് കണ്ണിലേക്ക് തെറിച്ചിട്ട് നല്ല സുറുമ എഴുതിയ സുഖമായിരിക്കും കിട്ടുക. ബീഫും കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ചട്ടിയിലേക്ക് കടുക് താളിച്ചതിന് ശേഷം ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം കുറച്ച് ചെറിയുള്ളിയും ഒരു സവാള അരിഞ്ഞതും കൂടെയാണ് ചേർക്കുന്നത്. കൂടെ കുറച്ച് പച്ചമുളകും ചൂട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 തക്കാളിയും കൂടെ അരിഞ്ഞതാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ആ തക്കാളിക്ക് ഒന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോഴത്തേക്ക് ഞാൻ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കശ്മീരി മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് കൂടുതലായിട്ട് ഞാൻ ബീഫ് മസാലയാണ് ചേർക്കുന്നത്. ഇതിനങ്ങനെ സ്പൂൺ കണക്കൊന്നുമില്ല, എല്ലാം ഒരു കൈ കണക്ക് തന്നെയാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫും കിഴങ്ങൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഓൾറെഡി ബീഫും കിഴങ്ങൊക്കെ വെന്തിരിക്കുന്നുണ്ട്, അധികം ചൂടാക്കേണ്ട കാര്യമില്ല. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ബീഫൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചെറിയ ചെറിയ കുക്കിംഗ് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാമേ.